കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ജീവനുള്ളവരുടെ ദേശത്ത് നമ്മോട് കാണിച്ച കരുണയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാത സമയത്ത് തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മന്നയുടെ ആധാരവാക്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവേൻ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നതായ ദൈവമക്കളെ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരെ മനസ്സിലാക്കാനുമുള്ള ഒരു ആഹ്വാനം ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാനിലൂടെ ഈ പ്രഭാതത്തിൽ നൽകപ്പെട്ടിരിക്കുമ്പോൾ ഇന്നത്തെ മന്നയുടെ വിഷയം പ്രത്യാശയ്ക്കായി ഒരു പരീക്ഷണം എന്നുള്ളതായ ആ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഈ ലോകത്തിലേക്ക് നാം ഇന്ന് നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പ്രത്യേകം പ്രവചിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ വളരെ ശക്തമായി നമ്മോട് സംവാദിച്ചിട്ടുള്ളതായ ഒരു വചനമാണ് കള്ളപ്രവാചകന്മാരുടെ വരവിനെക്കുറിച്ച്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ധാരാളം കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ കാലത്തും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ നല്ല പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ കള്ളപ്രവാചകന്മാർ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ വിശുദ്ധ പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകി തന്നിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് നൽകി തന്നിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഈ മുന്നറിയിപ്പുകളെ നൽകി തരുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതയും അവരുടെ പ്രത്യക്ഷതയും എങ്ങനെയായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ശോധന ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദൈവ പൈതൽ അത് വളരെ ശോധന കഴിച്ച് പഠിച്ചില്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെടുവാൻ ഇടയാകും. നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് കർത്താവിൻ്റെ ആത്മാവ് യഥാർത്ഥമായിട്ട് ഉള്ളതായ ആ വരദാനം, ദൈവിക വരദാനം ശരിയായ രീതിയിൽ ശരിയായ വ്യക്തികൾ മുഖാന്തരമാണോ നൽകപ്പെടുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് നമ്മോട് സമ്പാദിക്കുന്നത്. നാം കേൾക്കുമ്പോൾ എന്തിനാ ഇത് നമ്മളോട് ഈ പ്രഭാതത്തിൽ പറയുന്നതെന്ന് തോന്നിയേക്കാം. കാരണം ഇന്നും മനുഷ്യരുടെ ഒരു നെട്ടോട്ടം കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ മുന്നറിയിപ്പെന്ന് പറയുന്നത് നാശത്തിലേക്കുള്ള ഒരു നെട്ടോട്ടമാണ്. നാശത്തിലേക്ക് കൂപ്പ് വീഴ്ത്തുവാൻ തക്കവണ്ണം ശക്തമായി പ്രവർത്തിക്കുന്ന ദുരാത്മാവിൻ്റെ ഒരു പ്രവാഹത്തെ നമുക്ക് കള്ളപ്രവാചകന്മാരിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയും. വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ ദുരാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ വഞ്ചിക്കപ്പെടാതെ ഇരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അവിടുത്തെ ആ ഉത്തമമായ വിളിയുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ്റെ അവകാശിയാക്കുക എന്നുള്ളതാണ്. ആ നിത്യജീവൻ്റെ അവകാശിയാക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ ഉള്ളതായ വചനങ്ങളെ കേൾക്കുമ്പോൾ നാം ശോധന കഴിച്ചില്ല എങ്കിൽ വഞ്ചിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ കാലത്ത് കർത്താവിൻ്റെ വചനം അദ്ദേഹത്തിന് നൽകപ്പെട്ടത് ബാബിലോണിലെ 70 വർഷത്തെ അടിമത്തത്തെക്കുറിച്ച് പ്രവചിക്കാനാണ്. ദൈവജനമായ അടിമത്ത കാലത്തും ആ അടിമത്ത കാലം എത്ര നാൾ നിൽക്കുമെന്നും അടിമത്ത കാലത്ത് അവർ എങ്ങനെ വർദ്ധിക്കണമെന്നും എല്ലാം ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് തന്നെ യഹോവയുടെ പ്രവാചകന്മാരെന്ന് അഭിമാനിച്ചിരുന്നതായ ചില പ്രവാചകന്മാർ എഴുന്നേറ്റ് യിരെമ്യാവിൻ്റെ വചനത്തെ ഖണ്ഡിക്കുകയുണ്ടായി. 70 വർഷക്കാലം അവരടിമത്തത്തിലേക്ക് പോകയില്ല. അവരെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം യോശിയാവിൻ്റെ കാലം മുതൽ പ്രവചിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ ആദ്യത്തെ ആക്രമണം
ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായിട്ട് 2-3 ആക്രമണങ്ങൾ നടക്കുകയാണ്. സിദെക്കീയാവ് രാജാവായിരിക്കുന്ന കാലത്ത് സിദെക്കീയാവിൻ്റെ കൊട്ടാരത്തിലെ പ്രവാചകന്മാർ, യഹോവയുടെ പ്രവാചകന്മാരെന്ന് പറയുന്ന പ്രവാചകന്മാർ വന്ന് അടിമത്തം 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് പ്രവചിക്കുകയുണ്ടായി. ആ സമയത്ത് യിരെമ്യാവ് അവരോട് പറഞ്ഞ്, നിങ്ങളുടെ പ്രവചനം സത്യമാകുന്നത് നല്ലത് തന്നെ. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകന്റെ വാക്ക് അതേപോലെ നിവർത്തിക്കുകയാണെങ്കിൽ അത് സത്യമായി വരും എന്ന് അവരോട് സംസാരിക്കണ്ടായി. അപ്പോൾ ഒരു സത്യമായ പ്രവാചകനാണെങ്കിൽ ആ വചനം സത്യമായി നിവർത്തിക്കപ്പെടണം. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെന്ന് അറിയുന്നത് അങ്ങനെയാണ്. എല്ലാ വരദാനങ്ങളും, എല്ലാ നല്ല ദാനങ്ങളുടെ ഉടയവൻ നൽകി തരുന്നതായ ഒരു വരമാണ് പ്രവചന വരമെന്നുള്ളത്. അപ്പം പ്രവചനവരം തുച്ഛീകരിക്കാൻ പാടില്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും എന്ന വാഗ്ദത്തമുണ്ട്. പക്ഷേ ആ വചനം നിവർത്തിയാകണമെങ്കിൽ അവരുടെ ഫലത്താലാണ് നമുക്കവരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനം പോലെ ആണോ അവരുടെ ജീവിതം എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ്. അല്ല എങ്കിൽ കള്ളപ്രവചനമായിട്ട് പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ ആ കള്ളപ്രവചനത്തിൽ ആകൃഷ്ടരായി തീരുമ്പോൾ നാം എന്തു ചെയ്യും? ആ വഞ്ചിതരായി തീരുവാൻ ഇടയായിത്തീരും. നിരാശയിലേക്ക് കുപ്പുകുത്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിൽ നിന്ന് തന്നെ നമ്മളെ അകറ്റിക്കളയുവാൻ സാത്താൻ അത് മുഖാന്തരം സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ നാം നമ്മെ തന്നെ കർത്താവിൻ്റെ വചനപ്രകാരം ശോധന കഴിക്കേണ്ടതായിട്ടുണ്ട്. പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്നാണോ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തരുന്ന പ്രവചനമാണോ എന്ന് ശോധന കഴിക്കുവാൻ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമുക്ക് ആധാരമായിട്ട് ആയിരിക്കേണ്ടത്. ഇന്നത്തെ കള്ളപ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരുടെ അനുഗ്രഹത്തിൻ്റെ വഴികൾ മാത്രമാണ്. കർത്താവിൻ്റെ നിത്യരാജ്യത്തെക്കുറിച്ചോ നിത്യരാജ്യത്തിലേക്കുള്ളതായ പ്രവേശനത്തിൻ്റെ ആ അവസ്ഥകളെക്കുറിച്ചോ അതിനുവേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഇന്ന് കള്ളപ്രവാചകന്മാർ പ്രവചിക്കാറില്ല. മറിച്ച് മക്കളുടെ നല്ല കാലങ്ങളും വിദേശ രാജ്യങ്ങളുടെ പര്യടനങ്ങളും പഠനങ്ങളും പണം ഉണ്ടാക്കുന്ന രീതികളും വെച്ചാണ് ഓരോ ഭവനങ്ങളിൽ വന്ന് കള്ളപ്രവാചകന്മാർ പ്രവചിക്കുന്നത്. അവരെ നമ്മൾ വിശ്വസിക്കരുത്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഒരുക്കത്തിൽ വിഘാതം വരുത്തുന്ന ഒന്നും തന്നെ സത്യമായി വരികയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിത്യതയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ തിടുക്കത്തിലും പ്രത്യാശയിലും നമ്മുടെ ജീവിതങ്ങൾ മെച്ചപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രഭാതത്തിൽ പ്രവചനം തുച്ഛീകരിക്കപ്പെടരുത്, ആത്മാവിനെ കെടുക്കുകയും അരുത്. പക്ഷേ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന കഴിക്കുവാൻ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ വൃതന്മാരെ പോലും തെറ്റിക്കുവാനുള്ളതായ ആ ആശയങ്ങളും കള്ളപ്രവചനങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അത് അപ്രകാരമാണോ എന്ന് ശോധന കഴിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമായ ആ പഠനം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് അതിനൊക്കെയും ഉത്തരങ്ങൾ നൽകിത്തരും. അതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോട് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആയിരിക്കാൻ എല്ലാവരെയും ദൈവാത്മാവ് സഹായിക്കട്ടെ, അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും മനസ്സിലുള്ള ദൈവം, ഈ പ്രഭാതത്തെ തന്ന വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഈ ദിവസത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ പൊരുളറിയുവാൻ പരിശുദ്ധാത്മാവടിയങ്ങളെ നേർനിലത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഞ്ചിതരാകാതിരിക്കാനുള്ള ആലോചനകൾ അവിടുത്തെ വചനത്തിലൂടെ പ്രാപിപ്പാനടിയങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്നതായ അനുഭവങ്ങളെ അടിയങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കഷ്ടതകളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ട് വളരെ ജനം വലയുന്ന ഈ കാലഘട്ടത്തിൽ പിശാച് തനിക്ക് സമയമില്ല എന്ന് കണ്ടുകൊണ്ട് അങ്ങനെയുള്ളതായ പ്രവർത്തന മേഖലകളെ തിരഞ്ഞെടുത്ത് കള്ളപ്രവചനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാകാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ വചനത്തിൻ്റെ പൊരുളുകളും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയും ഓരോ വ്യക്തികളും മനസ്സിലാക്കി അവിടുത്തെ രാജ്യത്തിലേക്ക് ഒരുങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിടുതലിൻ്റെ കരം നീട്ടണമെന്ന് യാചിക്കുന്നു. സൗഖ്യമില്ലാതെ കഷ്ടത്തിലായിരിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യദായകനായി കടന്നു ചെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ലൊരു ദിവസം അടിയങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണം. അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിൽ ചേർക്കപ്പെടുവോളം ദൈവരാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും മനസ്സിലാക്കി ജീവിപ്പാൻ സഹായിക്കണമെന്ന് യേശു പുണ്യനാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.